ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, August 20. അയ്യോ എൻ്റെ പായസം. വെയിറ്റ് ചെയ്യണേ, പായസം തരാവേ. പിറന്നാൾ പായസം പൂവും ഇലയുമൊക്കെ പറിച്ച് ബൊക്കെ ആക്കിയിട്ട് കൊടുക്കുമായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ എല്ലാവരും എന്നോട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. പായസം റെഡി ആവുന്നു ഗൈസ്. ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അതെ, August 20. ചെറുപ്പം മുതലേ തന്നെ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ എല്ലാവരും ബർത്ത്ഡേ വിഷസ് പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അന്ന് രാവിലെ മുതൽ രാത്രി വരെ എല്ലാവരും എന്നോട് ഹാപ്പി ബർത്ത്ഡേ നിനക്ക് സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ നമ്മളിപ്പോൾ വലുതായി. അപ്പോൾ ഇനിയിപ്പം ഇച്ചുവിൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നത് September 2. അപ്പോൾ August 20-നെക്കാട്ടിലും ഒരു ഇച്ചിരി മേളിൽ September 2 നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സും മൊത്തം September 2. നിങ്ങൾക്കും അങ്ങനെയാണോ? നമ്മുടെ ബർത്ത്ഡേസ് മറ്റുള്ളവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ടോ? എന്നാൽ ചിലർക്കൊന്നും അങ്ങനെയില്ല. അവരുടെ ബർത്ത്ഡേ ആണെന്ന് അവർ പോലും ഓർക്കത്തില്ല. ബർത്ത്ഡേ ആണെന്ന് പുറത്ത് പറയല്ലേ എന്ന് വരെ പറയും. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ എല്ലാവരും വന്ന് വിഷ് ചെയ്യുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പം ഇന്നാണ് ബർത്ത്ഡേ. എനിക്ക് വിഷസൊക്കെ എല്ലാവരിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. വിഷ് ചെയ്ത എല്ലാവർക്കും സ്നേഹം. പിന്നെ ബർത്ത്ഡേ ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? നമുക്ക് ചെറിയൊരു പായസം ഉണ്ടാക്കാം. അപ്പം പിറന്നാൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈസ്റ്റേൺ പാലട പായസത്തിൻ്റെ മിക്സാണ്. സേമിയക്കാട്ടിലും എനിക്കിഷ്ടം പാലടയാണ്. നിങ്ങൾക്കൊക്കെയോ? അപ്പോൾ അതാ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാലൊന്ന് തിളച്ച് വരട്ടെ. ഇച്ചിവിടെ കളിക്കുന്നുണ്ട് ഗൈസ്. ഇച്ചുവിന് പായസം തരാം കേട്ടോ. വെയിറ്റ് ചെയ്യണേ, പായസം തരാവേ. നിങ്ങൾ ഈ സ്റ്റാൻഡ് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ രാമചന്ദ്രയിൽ നിന്ന് വാങ്ങിയ സ്റ്റാൻഡാണ് ഇതായി കാണുന്നത്. നല്ല സ്റ്റാൻഡാണ്. അത്യാവശ്യം പാത്രങ്ങളൊക്കെ കൊള്ളുന്നുണ്ട്. നന്നായിട്ടുണ്ട്. പാല് തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പാല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. എന്നാൽ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാനൊട്ട് തോന്നത്തുമില്ല. ശരിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ പാല് തിളയ്ക്കാൻ വൈകുമെന്ന് തോന്നുന്നു അല്ലേ? പാൽ അനക്കാതെ വെക്കണമെന്ന് പറയത്തില്ലേ? പായസം മിക്സ് ആയതുകൊണ്ട് സംഭവം വേഗം കഴിയും. ഇല്ലെങ്കിൽ അട വേവിച്ച് അങ്ങനെയൊക്കെയല്ലേ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെ അല്ലാതെ പായസം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഈ പാലട പായസം മിക്സിൻ്റെ സംഭവം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അല്ലാതെ പായസം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇത്തവണ ഓണത്തിന് ഞാൻ വെറൈറ്റി പായസം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗൈസ്, പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമുക്കിത് പൊട്ടിച്ച് ചേർക്കാവേ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. ഇച്ചു പായസം തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഒന്ന് കറങ്ങാനൊക്കെ പോയായിരുന്നു. അങ്ങനെ വലിയ കറക്കമൊന്നുമല്ല, ഓണമല്ലേ വരുന്നേ. അപ്പം അങ്ങനെ പുറത്ത് പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ മോൻ്റെ ഡേറ്റും എൻ്റെ ഡേറ്റും സെയിം തന്നെയാണ് കേട്ടോ, August 20. ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ സെയിം ഡേറ്റ് ആണ്. അപ്പം അവൻ കേക്ക് വാങ്ങിക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പണ്ടൊക്കെ നമ്മൾ എന്തോരം ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു അല്ലേ? ഞാനാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത്ഡേക്ക് പണ്ട് കുഞ്ഞിലെ അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമമായിരിക്കും ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് ചെറുതായിരുന്നപ്പോൾ മറ്റേ പൂവും ഇലയുമൊക്കെ പറിച്ച് ബൊക്കെ ആക്കിയിട്ട് കൊടുക്കുമായിരുന്നു. വലുതായപ്പം അച്ഛൻ്റെ അമ്മയുടെയും പൈസ ഉപയോഗിച്ച് തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് അത് അവർക്ക് സർപ്രൈസായി കൊടുക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒക്കേഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഓണം, വിഷു, അതൊക്കെ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഇത്. ഒരു ചെറിയൊരു സദ്യയാണെങ്കിലും എല്ലാവരും കൂടെ ഇരുന്ന് ആ സദ്യയൊക്കെ കഴിച്ച് സന്തോഷിച്ച് കളിച്ച് ചിരിച്ചൊക്കെ നിൽക്കണം. അല്ലാത്ത ദിവസങ്ങളെല്ലാം നമ്മൾ ബിസി ലൈഫിലല്ലേ. അന്നത്തെ ദിവസങ്ങളിലൊക്കെ മാത്രമല്ലേ എല്ലാവരെയും കൂടെ കിട്ടത്തുള്ളൂ.
അപ്പൊ നമ്മുടെ പായസം എന്താ ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വെന്തിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇന്ന് വിഷാപ്പ ഇല്ല കേട്ടോ. വിഷാപ്പ തിരുവനന്തപുരത്താണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിഷാപ്പയുടെയൊക്കെ ഓഫീസിൽ നാളെ ഓണപ്പരിപാടി. അപ്പോൾ അവരിന്ന് എന്തായാലും ലേറ്റ് ആവും. അപ്പം അതിനും എന്നെ ഇവിടെ നേരത്തെ കൊണ്ടുവിട്ടു. അവരവിടെ പൊളിക്കട്ടെ. പായസമാണ് വെക്കുന്നതെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. ഇപ്പോഴാണ് ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയത്. എൻ്റെ പിറന്നാൾ പായസം റെഡിയാവും. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാമേ. പിറന്നാൾ പായസം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ പിറന്നാൾ പായസം കുടിക്കാം. അങ്ങനെ നമ്മുടെ പിറന്നാൾ പായസം റെഡി ആയിരിക്കുകയാണ്. പായസം അടിപൊളിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതെൻ്റെ ഒരു ചെറിയ പിറന്നാൾ വ്ളോഗായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും മറക്കണ്ട.